Honeybees are among the most important creatures in our ecosystem. Though small in size, their role in nature and human life is truly remarkable. Along with collecting nectar, honeybees play a vital part in pollination, which helps plants reproduce and grow. The products they provide, such as honey, beeswax, propolis, and royal jelly, are valuable both for health and for the economy. The studies, the life, and function of honeybees help us better understand the deep connection between nature and humanity. തേനീച്ചയുടെ ജനനം വളരെ അത്ഭുതകരവും ശാസ്ത്രീയവുമായ രീതിയിലാണ് നടക്കുന്നത്. ഇവയുടെ ജീവിതം 4 പ്രധാന ഘട്ടങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ ഘട്ടമാണ് മുട്ടകൾ. റാണി തേനീച്ചകളാണ് മുട്ടയിടുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ലാർവ. മുട്ടകൾ വിരിഞ്ഞാണ് ലാർവ ഉണ്ടാകുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ഘട്ടമാണ് പ്യൂപ്പ. ഈ ഘട്ടത്തിൽ തേനീച്ചയുടെ ശരീരാവയവങ്ങൾ രൂപം കൊള്ളുന്നു. നാലാമത്തെ ഘട്ടമാണ് പൂർണ്ണ വളർച്ചയുള്ള തേനീച്ച. പ്യൂപ്പ ഘട്ടം കഴിഞ്ഞ് പൂർണ്ണമായ തേനീച്ച കോമ്പ് സെല്ലിൽ നിന്ന് പുറത്തു വരുന്നു. ഇവയിൽ 3 തരമുണ്ട്: റാണി, തൊഴിലാളി തേനീച്ച, ആൺ തേനീച്ച. റാണി മുട്ടയിടുന്നവർ. തൊഴിലാളി തേനീച്ച തേൻ ശേഖരിക്കൽ, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ, കോമ്പ് നിർമ്മാണം എന്നിവ. ആൺ തേനീച്ച റാണിയുമായി കൂട്ടുകൂടൽ. ഇങ്ങനെ തേനീച്ചയുടെ ജനനം മുട്ടയിൽ നിന്ന് ആരംഭിച്ച് പൂർണ്ണമായൊരു തൊഴിലാളി തേനീച്ച, റാണി അല്ലെങ്കിൽ ആൺ തേനീച്ചയായി മാറുന്നു. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തേനീച്ചകൾ പല വിധത്തിലുണ്ട്. ഒന്ന് നമ്മൾ മലന്തൂക്കൻ എന്ന് പറയുന്നതാണ്. വലിയ മരങ്ങളിൽ, വലിയ ബിൽഡിങ്ങുകളിലൊക്കെ ഇങ്ങനെ വലിയ ഷേപ്പിൽ ഈച്ച കൂട് കെട്ടി ചെയ്യുന്നത്. അത് നമുക്ക് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. മലന്തൂക്കൻ എന്ന് പറഞ്ഞ കാടുകളിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഈച്ചയാണത്. എപ്പിസ് ഡോർസെറ്റ എന്ന് പറഞ്ഞ ഈച്ചയാണത്. പിന്നീട് നമ്മുടെ ഇന്ത്യൻ എപ്പിസെറാന ഇൻഡിക്ക എന്ന് പറഞ്ഞാണ് നമ്മളെല്ലാവരും വളർത്തുന്ന ഈച്ച. അതിൽ തന്നെ നമുക്ക് സാധാരണ മഞ്ഞഞ്ഞൊടിയൻ ഉണ്ട്, പിന്നെ കരിഞ്ഞൊടിയൻ എന്ന് പറഞ്ഞ കറുത്ത ഒരു ഞൊടിയൻ. പിന്നീട് വരുന്ന ഈച്ചയാണ് നമ്മുടെ ചെറുതേനീച്ച, സ്റ്റിംഗ്ലെസ് ബീസ്. അതാണ് ഏറ്റവും ഉപദ്രവകാരിയല്ലാത്ത, ഒരിക്കലും നമ്മൾ കുത്തത്തില്ല, പക്ഷെ നമ്മുടെ ചെവിയിലും കണ്ണിലൊക്കെ കയറുന്ന ഒരു സൈസ് ഈച്ചയാണ് അത്. പിന്നീട് വരുന്നതാണ് നമ്മുടെ കോൽ തേനീച്ച. കോൽ തേനീച്ചയെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. ഒരു കോലിനകത്ത് വന്നിരിക്കുന്നു, അവരൊരു കൂട് പോലെ കൂട്ടി അവർ അവിടെ ഇരിക്കുന്നു, അങ്ങനെ പോകും. തേനീച്ചകളുടെ ശരീരഘടന മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്: തല, വക്ഷസ് അഥവാ കരൾ, പിന്നെ ഉദരം. തലയിൽ വ്യാപക ദൃശ്യം നൽകുന്നതിനായി 2 വലിയ കമ്പൗണ്ട് കണ്ണുകളും പ്രകാശ തീവ്രത തിരിച്ചറിയാൻ 3 സിമ്പിൾ കണ്ണുകളുമാണുള്ളത്. പിന്നെ രുചിയും മണവും തിരിച്ചറിയാനായി ആന്തിനകൾ, തേൻ ശേഖരിക്കാനായി വായുഘടന എന്നിവയാണുള്ളത്. വക്ഷഭാഗത്ത് പല ധർമ്മങ്ങൾക്കായി 3 ജോഡി കാലുകളും മുന്നിലും പിന്നിലുമായി 2 ജോഡി ചിറകുകളും പിന്നെ വലുതായ ഫ്ലൈറ്റ് മസിലുകളുമുണ്ട്. ഉദരഭാഗത്ത് പല ശരീരധർമ്മങ്ങൾക്കായി 7ഓളം മറ്റു ഭാഗങ്ങളുമുണ്ട്. തേനീച്ച വളർത്തലിനെ എപ്പികൾച്ചർ എന്ന് പറയുന്നു. തേനീച്ചകൾ പൂവിൽ നിന്ന് തേനുണ്ടാക്കുന്ന വിധം വളരെ ശാസ്ത്രീയകരവും അത്ഭുതകരവുമാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം പൂവിൽ നിന്ന് നെക്ടർ ശേഖരിക്കൽ. രണ്ടാമത് തേനീച്ചകളുടെ കൂട്ടിലേക്കുള്ള മടക്കം. മൂന്നാമത് തേൻ പാകപ്പെടുത്തൽ. നാലാമത്തേതായിട്ടുള്ളത് തേൻ സംരക്ഷിക്കലാണ്. തേനീച്ച വളർത്തുന്ന എല്ലാവരും തന്നെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്ന 1-2 ചെടികളാണ്. ചെമ്പ് ചെടി എന്ന് പറഞ്ഞ ആ ഒരു ചെടി. പിന്നീട് റബ്ബർ കപ്പ അല്ലെങ്കിൽ തണൽ കപ്പ എന്ന് പറഞ്ഞ കപ്പ എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ചെറുതേനീച്ചയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഈ 10 മണിച്ചെടികൾ, ചെറിയ 10 മണിച്ചെടികളുണ്ട്. അത് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വൻതേനീച്ചയും ചെറുതേനീച്ചയും വരുമെങ്കിലും ചെറുതേനീച്ചയ്ക്ക് ആ 10 മണിച്ചെടികൾ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. തേനിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൂവല്ല, നമ്മൾക്ക് ഇവിടെ റബ്ബറിന്റെ പുതിയ ഇല വരുന്ന അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തേൻ വരുന്നത്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ തേനിന്റെ സോഴ്സ് എന്ന് പറയുന്നത് റബ്ബർ തന്നെയാണ്.
തേനീച്ച വളർത്തുന്നതിനായി ഇന്ന് ഒരുപാട് തരത്തിലുള്ള കൂടുകൾ നിലവിൽ ലഭ്യമാണ്. അതിൽ പ്രകൃതിദത്തമായി മുള കൊണ്ടുള്ളവയുമുണ്ട്. കൂടുകൾ ഈച്ചകളുടെ ഇനമനുസരിച്ചും വലുപ്പ ചെറുപ്പമനുസരിച്ചും പല തരങ്ങളിലായുമുണ്ട്. എല്ലാതരം കൂടുകളിലും ഈച്ചകൾക്ക് അകത്ത് കടക്കാനും പുറത്തു കടക്കാനുമായി ഒരു ദ്വാരമുണ്ടാവും. ഉറുമ്പുകൾ കയറാതിരിക്കാനായി അടിവശത്ത് പ്രത്യേക മുൻകരുതലുകളുമുണ്ട്. വെള്ളം കയറാതിരിക്കാനായി കൂടുകൾ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് മൂടി വയ്ക്കുന്നു. ഈച്ചകളെ മെരുക്കാനായി കൂട്ടിലേക്ക് പുക കടത്തിവിടുന്നു. ചില മാസങ്ങളിൽ പൂക്കളുടെ ലഭ്യത കുറയുന്നത് മൂലം തേൻ സംഭരണം കുറയും. അതിനായി കൂടിനകത്ത് തേനീച്ചകൾക്ക് ഭക്ഷണം നൽകാനായി ഒരു പാത്രം സൂക്ഷിച്ചു വയ്ക്കും. തേനീച്ചകൾക്ക് അടകെട്ടുവാനായി കൂടിനകം ഒരുപാട് ലെയറുകളായി തിരിക്കും. ഇതിനകത്തെ നൂല് പോലുള്ള പാളികളിൽ റാണി തേനീച്ചകൾ മുട്ടയിടുകയും അതിലെ ഓരോ ഘട്ടത്തിലും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഇവയിൽ വലിയ ഈച്ചകളാണ് റാണി തേനീച്ചകൾ. പുതുതായി ആരംഭിച്ച കൂടുകളും കാണാം. നൂൽമുട്ടകൾ കടും ചുവപ്പിൽ കാണപ്പെടുന്നു. പിന്നീട് വരുന്നതാണ് ചെലന്തി വല കെട്ടി നമ്മുടെ ഈച്ചകളെല്ലാം പോയി ചെലന്തി വലയിൽ പോയി കൊടുക്കും. അപ്പോൾ നമ്മളൊരു പുതിയൊരു കോളനി ഡിവൈഡ് ചെയ്ത് വെച്ച് റാണി മീറ്റിങ്ങിന് വേണ്ടി പുറത്തോട്ട് പോകും. അതായത് റാണി മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന പുതിയ റാണി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആണീച്ചകളുമായിട്ട് മീറ്റിങ്ങിന് വേണ്ടി പുറത്തോട്ട് പോകും. അത് പുറത്തോട്ട് പോകുന്നത് പരമാവധി ഉയരത്തിൽ പോയി മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ആ കോളനിയിൽ വന്നാലാണ് ആ കോളനി പിന്നീട് സക്സസ് ആവുകയുള്ളൂ. പക്ഷേ ഈ മീറ്റിങ്ങിന് പോകുന്ന റാണി ശരിക്കും പറഞ്ഞാൽ ഈ തേനീച്ച വലകളിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാതിരിക്കുകയും ആ ഒരു കോളനി ഒന്ന് നശിച്ചു പോവുകയും ചെയ്യും. തേനീച്ച വളർത്തൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കാൻ എല്ലാവർക്കും നല്ലൊരു ഫീൽഡാണ്. പിന്നെ ഇതിന്റെ മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞത്. മാർക്കറ്റിൽ സുലഭമായിട്ട് ചെറിയ പൈസയ്ക്ക് ഇഷ്ടംപോലെ തേൻ കിട്ടാനുണ്ട്. പക്ഷെ അതത്ര ക്വാളിറ്റി ഇത്ര നല്ലതാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. എല്ലാവരോടായിട്ട് പറയാനുള്ളത് പരമാവധി കർഷകരുടെ അടുത്തുനിന്ന് നേരിട്ട് തേൻ നിങ്ങൾ വാങ്ങുക. അതായിരിക്കും ജനങ്ങൾക്ക് എപ്പോഴും നല്ല തേൻ ഉപയോഗിക്കാനുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത്. തേനീച്ചകൾ ചെറിയ ജീവികളാണെങ്കിലും പ്രകൃതിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവരാണ് നിർവഹിക്കുന്നത്. അവരുടെ നിരന്തര പരിശ്രമമാണ് ഭക്ഷണവും വിളകളും ഭൂമിയുടെ സമതുലനവും നിലനിർത്തുന്നത്. നമ്മൾ കാണാതെ പോകുന്ന ഒരു ചിറകുതാളം പോലും ഭൂമിയുടെ ഭാവിയെ മാറ്റുന്നു. തേനീച്ചകൾ ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ പല നിറങ്ങളും ഇല്ലാതാകും.